ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിൽ സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ യാഷിൻ്റെ ടോക്സിക് എന്ന സിനിമയുടെ ഒരു പുതിയ ടീസർ അങ്ങനെ വരികയാണ്. അതായത് ഈ വരുന്ന 20-ാം തീയതി, അതായത് ഇന്നേ ദിവസം രാവിലെ 9:35 സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് സിനിമയുടെ നമ്മുടെ റായനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണ ഒരു ഗ്ലിംസ് ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ സിനിമയുടെ ചെറിയൊരു മൊത്തത്തിൽ രണ്ട് ഗ്ലിംസാണ് ഇതുവരെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇന്നേ ദിവസം രാവിലെ 9:35 അടുത്ത ടീസർ റിലീസ് ചെയ്യും. എന്തായാലും നമുക്ക് ടീസറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ രജനികാന്ത്, കമൽ ഹാസൻ രണ്ടുപേരും ഒന്നിക്കുന്ന അടുത്ത ചിത്രത്തിൻ്റെ ഒരു ഗ്ലിംസ് ഈ വരുന്ന 21-ാം തീയതി, അതായത് ശനിയാഴ്ച വരുന്നതായിരിക്കും. നമ്മുടെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ നെൽസൺ ആണ്. അപ്പോൾ എന്തായാലും ജയിലർ പോലെ നല്ല അടിപൊളി സിനിമ തന്നെ ആവട്ടെ. അപ്പോൾ നമുക്ക് ആ ഗ്ലിംസിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഫെബ്രുവരി 19 നമ്മുടെ ചത്ത പച്ച എന്ന സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം ട്രോളുകൾ നേടുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ് നമ്മുടെ വാൾട്ടർ. സിനിമയിൽ നമ്മുടെ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഉള്ള വെർഷൻ വേറെയാണ്. കാരണം നമ്മുടെ മമ്മൂക്കയുടെ കുറച്ച് എക്സ്പ്രഷൻ സംഭവങ്ങളൊക്കെ OTT വന്നപ്പോൾ മാറ്റിയിട്ടുണ്ട്. അതായത് ഡ്യൂറേഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മേജറിൽ കളഞ്ഞിരിക്കണ നമ്മുടെ മമ്മൂക്കയുടെ പോർഷൻസാണ്. പിന്നെ മമ്മൂക്ക റീഡബും ചെയ്തിട്ടുണ്ട്. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ്. എൻ്റെ റിവ്യൂ നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ട്. എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കാരണം ചെറിയൊരു വോയിസ് മോഡുലേഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. ആ കൊച്ചി സ്ലാങ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. രണ്ടിൽ നിന്നും വലിയ വ്യത്യാസം തോന്നുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. സിനിമാ പ്രേമികളെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയാണ് നമ്മുടെ കൈദി 2 അങ്ങനെ വരുന്നുണ്ടോ എന്നുള്ളൊരു ന്യൂസ്. കാരണം സെൻസർ ബോർഡിൽ നിന്ന് ചെറിയൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ദില്ലി എന്നൊരു പേരിൽ ഒരു ടീസർ അങ്ങനെ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു 30 സെക്കൻഡ്സ് ഉള്ളൂ. ഇതേ പ്രൊഡക്ഷൻ ഹൗസ്, അതായത് നമ്മുടെ കൈദിയുടെ സെയിം പ്രൊഡക്ഷൻ ഹൗസാണ് ദില്ലി എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ ഹൗസും വരുന്നത്. അപ്പോൾ ആൾക്കാർ ചെറിയ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ദില്ലിയും കൈദി 2 സെയിം ആണോ എന്ന്. പൊതുവേ ദില്ലി എന്നുള്ള ക്യാരക്ടർ നമ്മുടെ കൈദിയിലാണ് വരുന്നത്. സോ ഇത് കൈദി 2 ആവാനാണ് ചാൻസ്. പക്ഷേ ലോകേഷ് ഒന്നും അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ ഒരു സർപ്രൈസ് തന്നെ ആയിരിക്കും. എന്തായാലും മറ്റൊരു ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. യൂട്യൂബിൽ നിന്ന് നല്ല പ്രേക്ഷക പ്രതികരണം ലഭിച്ചൊരു ഷോർട്ട് ഫിലിമായിരുന്നു സംഭവം. സിനിമ അങ്ങനെ ഒരു സിനിമയാക്കുകയാണ്. സംഭവം അധ്യായം 1 എന്നൊരു ടൈറ്റിലാണ് സിനിമയ്ക്കുള്ളത്. ഈ വരുന്ന മാർച്ച് 6-ാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇനി അടുത്ത ദൃശ്യം 3 അപ്ഡേറ്റ് ആണ്. സിനിമയുടെ ബുക്കിംഗ് അൺഒഫീഷ്യലായിട്ട് ചില തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേഷൻ ഇതുവരെ വന്നിട്ടില്ല. അതായത് ബുക്ക് മൈ ഷോ ഒന്നും തുറന്നിട്ടില്ല. ചെറിയ ലോക്കൽ തിയേറ്റർ അങ്ങനെ അല്ലെങ്കിൽ മേജർ തിയേറ്ററിൽ ലോക്കലി തുറന്നിട്ടുണ്ട്. അങ്ങനെ ആട് 3 മാർച്ച് 19-ാം തീയതി റിലീസ് ചെയ്തതാണ്. ഏകദേശം ഒരു മാസം ഉണ്ട് സിനിമ റിലീസ് ചെയ്യാൻ. ഇതിനകം നമ്മുടെ വിജയ് ബാബു ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് സിനിമയിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഗസ്റ്റൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഉണ്ണിമുകുന്ദൻ്റെ പേരൊക്കെ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് എന്തായാലും ആ ക്യാമിയോസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകൾ, സിനിമ വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.